നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വലിയ ചില വെളിപ്പെടുത്തലുകൾ നടത്തി. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമാണ് ആധാരമാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിലാണ്. ഈ രാഹുൽ ചൂണ്ടിക്കാണിച്ച ക്രമക്കേടുകളും ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരണവും ഒക്കെ വിവാദമായിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ രാഹുലിൻ്റെ ഈ വെളിപ്പെടുത്തൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ബാധിക്കുക? എനിക്ക് തോന്നുന്നു ബീഹാർ നിയമസഭാ ഇലക്ഷനാണ് ഈ പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഈ വെളിപ്പെടുത്തലിന് കാരണം തോന്നുന്നു. കാരണം രണ്ട് കാരണം കൊണ്ട്, ഒന്നെങ്കിൽ തോൽക്കുമെന്ന് ഉറപ്പാകുമ്പം ഒരു മുൻകൂർ ജാമ്യം എടുക്കലാവാം. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ തോറ്റത് എന്നൊരു ജാമ്യം എടുക്കലാവാം. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് ഇങ്ങനെ ക്രമക്കേടുകളുണ്ട്, ആ രീതിയിലാണ് അവർ വിജയിച്ചത്. കഴിഞ്ഞ ഈ പറഞ്ഞ 3 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ കാണുന്ന ഇലക്ഷൻസിൽ അങ്ങനെയാണ് വിജയിച്ചത് എന്നുള്ള മുൻകൂർ ജാമ്യം എടുക്കലാവാം. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മനസ്സിന് അവിടെ മിഡിൽ ക്ലാസ് ഇപ്പം കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ന്യൂലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇപ്പം നിതീഷിന്റെ അണ്ടറിൽ അവിടെ വിദ്യാഭ്യാസ വിപ്ലവം നടന്നിട്ടുണ്ട്. വാജ്പേയിന്റെ സമയത്ത് തുടങ്ങിയിട്ടുള്ള മറ്റേ സംഭവം ഉണ്ടായിരുന്നില്ല, എന്താ ഒരു വിദ്യാഭ്യാസ മിഷൻ ഉണ്ടായിരുന്നു, ഞാൻ മറന്നു പോയതില്ല, നടപ്പിലാക്കി. ഇവിടെ നമ്മുടെ മറ്റേ SUCAക്കാരൊക്കെ എതിർത്തുകൊണ്ടിരുന്ന സാറിന് കുറച്ച് ചില ടൈം ഉപയോഗിക്കാത്തതുകൊണ്ട് മറന്നു. വാജ്പേയി തുടങ്ങി വെച്ചാണ് ആയ തട്ടിലെ വിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്താനുള്ള പരിപാടി. ഇതിന് ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സ്ഥലം ബീഹാറാണ്. പിന്നെ പണ്ട് കേരളത്തിലൊക്കെ ഇപ്പോഴാണ് കേരളത്തിൽ വിദ്യാഭ്യാസത്തോട് വലിയ താല്പര്യമില്ലാത്തത്. അപ്പം കേരളം ബിസിനസ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് വിദ്യാഭ്യാസത്തെ കണ്ടുപോകും. പക്ഷേ മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ രംഗത്തിനുള്ള താല്പര്യം ഇന്ന് ബീഹാറിലുണ്ട്. കാരണം മലയാളികൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയി രക്ഷപ്പെട്ടത് ഈ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ്. ഈ ബീഹാറികൾ ഇപ്പം മലയാളിക്ക് ഇപ്പോൾ രക്ഷപ്പെട്ടാൽ പോരാ, ബിസിനസ് തുടങ്ങാനാണ് മലയാളി ആഗ്രഹിക്കുക ഇപ്പം പിള്ളേർ. ബീഹാറിൽ പക്ഷേ ഇപ്പോഴും അങ്ങനെ രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. അതുകൊണ്ട് ഒരു സിവിൽ സർവീസൊക്കെയാണ് അവരുടെ പിള്ളേരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിന് മാത്രം അവിടെ നിന്ന് റിസൾട്ട് വരുന്നുണ്ടെന്ന് വെച്ചാൽ അത്രയും ആളുകൾ അവിടെ നിന്ന് അപ്പിയർ ചെയ്യുന്നുണ്ട്. അത്ര ചത്തിരുന്ന് പഠിക്കും, വേറെ വഴിയൊന്നുമില്ല. ചത്തിരുന്ന് പഠിക്കാന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കും ബ്രാഹ്മണല്ലേ നല്ല ജന്മിയെ കഴിക്കും, കഷ്ടപ്പാടാണ്. പിന്നെ അതിന് നമ്മളെപ്പോലെ നോൺ വെജും കഴിക്കാനും പറ്റില്ല അവന്മാർക്ക്, ഈ വെജേ കഴിക്കാനും പറ്റുകയുള്ളൂ. അപ്പം അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനുള്ളൊരു വലിയൊരു ഇമ്പോർട്ടൻസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക്, പിന്നെ മാത്രമല്ല മിലിറ്ററിയിലേക്ക് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സ്ഥലവും കൂടിയാണ്. അവിടെയാണ് നമ്മുടെ മറ്റേ സാധനം വന്നിട്ടുണ്ട്, അഗ്നിവീർ. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉണ്ടാക്കിയ സ്ഥലം അവിടെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ യുവാക്കളെയും എഡ്യൂക്കേറ്റഡ് യുവാക്കളെയും മിഡിൽ ക്ലാസ്സിനെ സ്വാധീനിക്കാൻ, അതായത് ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ ജാഗരൂകരായിരിക്കണം, ഒരുമിച്ച് നിൽക്കണം എന്നുള്ള മെസ്സേജ് കൊടുക്കാനാണോ എന്ന് പറയാൻ പറ്റില്ല. ഇൻ കേസ് മൂന്നാമത്തെ ഓപ്ഷനാണ്, അത് നമുക്കറിയില്ല. ഞാൻ ഈ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനെയും ഗവൺമെൻറ്റിനെയും കൂടെയാണ്. കാരണം അതർവൈസ് അല്ല എന്നുള്ള കോൺക്രീറ്റമായ തെളിവ് വരുന്നവരെ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് ദേശസുരക്ഷയും ഭരണഘടനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ വിഷയമാണ്, നമുക്ക് നാടകം കളിക്കാനുള്ള വിഷയമല്ല. ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയത്തെ ഇടപെടാത്തത്. രാഷ്ട്രീയ നാടകത്തിന് പറ്റിയൊരു വിഷയമല്ല. ജനങ്ങൾ വിശ്വാസം, ഈ രാജ്യം നമ്മളിപ്പോൾ ഒരു കെട്ടുറപ്പുള്ള ഒരു രാജ്യമായി ആയി വരുന്നേ ഉള്ളൂ. ആ ആയി വരുന്ന സമയത്ത് ഇതിനെ പൊട്ടിക്കാനുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടതാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ വേണമെങ്കിൽ രാജ്യത്തിന് പുറത്തുനിന്നുള്ള ഗൂഢാലോചനകളും ഒക്കെ സംശയിക്കും. അതെ അതെ അതെ. അതിന് സംഭവം എന്ന് വെച്ചാൽ ഈ ജനാധിപത്യം ഈ ഭരണഘടനയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വൈവിധ്യമുള്ള ജനസമൂഹങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യം ഒരുമിച്ച് നിൽക്കുന്നത്. ഇതിനുള്ള വിശ്വാസമാണ് ഭരണഘടനയിൽ, ഈ ജനാധിപത്യ സംവിധാനത്തിലൊക്കെ ഉള്ള വിശ്വാസം. അതിൻ്റെ ഡ്രോബാക്ക് ഒക്കെ ഉണ്ടാവും ജനാധിപത്യത്തിൽ, എങ്കിലും പോലും ആളുകൾക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ജനാധിപത്യം പോലും ഇവിടെ പ്രീ മെഡിറ്റേറ്റഡ് ആണ് എന്നുള്ളൊരു ഫീല് വരുന്ന സമയത്ത് ആളുകൾക്ക് ഭ്രാന്താവും, ചിന്തിക്കുന്നതിന് ഭ്രാന്താവും. ഇത് വലിയ വിഷയമാണ്. കഞ്ചാവിനെക്കാട്ടും വലിയ പ്രശ്നമാണിത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇൻഫർമേഷൻ എൻ്റെ മുന്നിൽ കിട്ടിയത് എനിക്ക് 100% തെളിവെന്ന് ഞാനിത് മിണ്ടില്ല. ഞാനിത് കൺസേൺഡ് ആയ ആളുകളെ ധരിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. ഇന്റേണലി ഈ പ്രശ്നം പരിഹരിക്കാനേ ശ്രമിച്ചുള്ളൂ. ഇത് പബ്ലിക്കിന് കൊടുക്കേണ്ട വിഷയമല്ല ഇത്. അത് ജനങ്ങളെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ തീർന്നു, അവിടെ അവസാനിക്കും. അതെ അതെ അതെ. അപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഇത്രയും വൈവിധ്യമാർന്ന ഈ മതവിശ്വാസങ്ങളും ഭാഷാപരവും സാംസ്കാരികവും ഒക്കെയായ വലിയ വൈവിധ്യങ്ങളുള്ള ഒരു രാഷ്ട്രത്തിനകത്ത് ഇത്തരത്തിൽ ഒരു സംശയത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നത് അത് വലിയ അപകടം തന്നെ, വലിയ അപകടമാണ്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ഇനി വല്ലതും ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനും ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഇത് കൃത്യമായിട്ട് ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കളി നിർത്തിക്കുന്നുള്ള മെസ്സേജ് ആവും. അത് വൈൽഡ് ആയിട്ടുള്ള തേർഡ്. അപ്പൊ അത് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഈ പറഞ്ഞ 2 ടാർഗറ്റ് പൊളിറ്റിക്സ് ആണ്, പൊളിറ്റിക്സ് ആയിരിക്കും. അല്ലാതെ ഈ പറഞ്ഞ പോലെയുള്ള 2 കാര്യങ്ങളായിരിക്കും ഇതിൻ്റെ പ്രധാനമായിട്ടുണ്ടാവും. ഒന്ന് തോറ്റു കഴിഞ്ഞാൽ ജാമ്യം എടുക്കുക,
ജയിക്കാനൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് കത്തിക്കുക എന്നുള്ളതാണ്. കാരണം എസ്പെഷ്യലി മിഡിൽ ക്ലാസ് സൊസൈറ്റിയിലെ ദേഷ്യമുള്ളൂ. ഇതല്ലാതെ ബീഹാറിൽ നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഉത്തരേന്ത്യയെ കണ്ട ആളുകളല്ലേ. അവിടെയുള്ള ഗ്രാമപ്രദേശ സാധാരണക്കാരെ സംബന്ധിച്ച് ഇതൊരു വിഷയം പോലുമല്ല. അവനെ സംബന്ധിച്ച് അവൻ്റെ നിത്യനിദാന പ്രശ്നങ്ങളാണ്. ഭക്ഷണമുണ്ടോ, വെള്ളമുണ്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കാർഷിക പ്രശ്നങ്ങളാണ്. അതുപോലെ ഈ ക്ഷീരവികസനം അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെയാണ് അവിടെ ഗ്രാമങ്ങളിൽ ഉള്ളിക്ക് വില കൂടുന്നത്. അതൊക്കെയാണ് അതാണ് അവൻ്റെ വിഷയം. അവന് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇത്തരം വിഷയങ്ങൾ അവൻ ആലോചിക്കാതെ അവന് സമയമില്ല. നമ്മളിവിടെ വലിയ വിഷയമെന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ അവിടെ വിഷയമേ അല്ല. അപ്പോൾ നോട്ട് നിരോധനം അവിടെ വിഷയമേ ഇല്ല. അവൻ്റെ പൈസ ഉണ്ടായിട്ട് വേണ്ട നിരോധനത്തിൻ്റെ പ്രശ്നം. നമ്മളെ പൈസ ഉള്ളതുകൊണ്ട് നമ്മൾ 500 രൂപ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ട്. 20-500 രൂപ കാണാത്തവരാണ് ഉത്തരേന്ത്യ പല ഗ്രാമങ്ങളിലെ സാധാരണക്കാർ. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഈ 2 ടാർഗറ്റുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. അത് ഏതായിരിക്കും എന്നുള്ളത് നമ്മളിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം അവരുടെ സഖ്യകക്ഷികളുടെ പ്രതികരണം വന്നിട്ടില്ല. BJP ആ രീതിയിൽ ബീഹാറിൽ ആ രീതിയിലുള്ള പ്രചാരണം ഏറ്റെടുത്തിട്ടില്ല. ദേശീയ തലത്തിൽ BJP ശക്തമായി പ്രതികരിച്ചു എന്നല്ലാതെ ബീഹാർ സ്പെസിഫിക് ആയിട്ട് നമ്മൾ വലിയ രീതിയിലൊന്നും കണ്ടിട്ടില്ല. അല്ല, ഈ വെളിപ്പെടുത്തലുണ്ടായി ഏതാണ്ട് 48 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 2 ദിവസം 2 എണ്ണം കഴിഞ്ഞു. പക്ഷേ പറയുന്നത് പോലെ രാഹുലിനൊരു വലിയ പിന്തുണ ഇന്ത്യ മുന്നണിക്കകത്ത് കിട്ടുന്നില്ല. അല്ല, ഇന്ത്യ മുന്നണിയിലെ പല ഘടകകക്ഷികളും സ്റ്റാലിൻ ഈ വിഷയം രാഹുൽ ഗാന്ധിനെക്കാട്ടും ശക്തമായിട്ട് വോക്കലായിട്ട് അവതരിപ്പിച്ച ആളുകളാണ്. ഇപ്പം എന്തുകൊണ്ട് അവർ നിശബ്ദരാകുന്നു എന്നുള്ളത് ഒരു എനിഗ്മയാണ്. കാരണം സപ്പോർട്ട് കൊടുക്കുകയാണ് എപ്പോഴാണ് കൊടുക്കേണ്ടത്. രാഹുൽ ഗാന്ധി വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇന്നലെ വന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് വിഷയം. ഈ സമയത്താണ്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി എങ്ങനെ സ്കോർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണോ? ഈ ഒരു പ്രശ്നം ഇന്നലത്തെ ഈ അവതരണത്തോട് മിഡിൽ ക്ലാസ് സൊസൈറ്റീൻ്റെ ഇടയിൽ, എസ്പെഷ്യലി കേരളം പോലുള്ള സൊസൈറ്റീൻ്റെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ കൺഫ്യൂഷൻ്റെ ഒരു പ്രോബ്ലം കിടക്കുന്നതെന്ന് വെച്ചാൽ ഇത് ആത്യന്തികമായിട്ട് ഈ ഒരു BJPക്ക് അനുകൂലമായിട്ട് എല്ലാം ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഫീൽ കൊടുക്കുന്നു. അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ വരുന്ന കണക്ട് ചെയ്യുന്ന ജാതി സെൻസസ്. BJP RSS ഈസ് റെപ്രസെൻറ്റിംഗ് ദ അപ്പർ കാസ്റ്റ് ആൻഡ് അപ്പർ ക്ലാസ് എന്നുള്ളൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ കത്തിക്കുന്ന സാധനമാണ് എന്തെന്ന് ഈ ജാതി സെൻസസ്. ജാതി സെൻസസ് നമ്മൾ ചൂഴ്ന്നു പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുക കോൺഗ്രസിനാണ്. കാരണം ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചിട്ടും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയിരുന്ന കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷേ ഇപ്പം അധികാരത്തിലിരിക്കുന്നവരെ സംബന്ധിച്ച് ഡാമേജിങ് ആണ്. അത് ആര് ഭരിക്കുന്നുള്ളതല്ല. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് BJP RSS എന്താണ് ഇവരുണ്ടാക്കിയ നരേഷൻ അനുസരിച്ചിട്ട് അതൊരു അപ്പർ കാസ്റ്റ് അപ്പർ ക്ലാസ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് 20-30% വരുന്ന അപ്പർ കാസ്റ്റ് അപ്പർ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ 70% എന്താണ് ഉപയോഗപ്പെടുത്തുന്നു എന്നൊരു ഗ്രാൻഡ് നെഗറ്റീവാണ് ഇതിന് പിന്നിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് അപകടമാണ്. ഇവിടെയാണ് ഈ രാജ്യവിരുദ്ധ ശക്തികൾ കളിക്കാനുള്ളത്. കാരണം ഇത് പറയുന്നത് ഒരു ഇതിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാതന്ത്ര്യസ്ഥാനത്ത് മുഖ്യ പങ്കുവഹിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാകുമ്പോൾ അത് ഏത് തീവ്രവാദികളോ ഭാരം കൂടും, മാവോയിസ്റ്റുകളോ പറയുന്ന പോലെയല്ല. ഇങ്ങനെയുള്ള പല ആർഗ്യുമെന്റുകളും JNU ബേസ്ഡ് ആയിട്ടുള്ള മാവോയിസ്റ്റുകളൊക്കെ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അവരുടെയൊക്കെ സ്വാധീനം ഇപ്പം കോൺഗ്രസിലുണ്ട്. അപ്പം ഇത് അവർ പറയുന്ന പോലെയല്ല. അവരെ ആര് വല്ലാതെ എന്തെങ്കിലും പറയുന്ന വിചാരിക്കും. JNUക്കാരനായത് നമ്മൾ കേരളത്തിലൊക്കെ ബഹുമാനിക്കും, ഉത്തരേന്ത്യയിൽ വലിയ ബഹുമാനമൊന്നും കിട്ടില്ല. പക്ഷേ ഇത് രാഹുൽ ഗാന്ധി പറയുന്നതിൻ്റെ സ്വഭാവം മാറും. രാഹുൽ ഗാന്ധി പറയുന്നതിൻ്റെ സ്വഭാവം മാറുന്നു മാത്രമല്ല ഇൻ്റർനാഷണൽ മീഡിയ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കും. രാഹുൽ ഗാന്ധിൻ്റെ ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ അക്കാദമിക് സർക്കിളിൽ വരും, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സർക്കിളിൽ മോഡിയെക്കാട്ടും ഒരുപക്ഷെ ഇമ്പോർട്ടൻസ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ട്. കാരണം മോഡി പലപ്പോഴും ഇവരൊക്കെ ചൊടിപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇവരെ ചൊടിപ്പിക്കുന്നില്ല. ഇന്ദിരാഗാന്ധി ഇവരെ ചൊടിപ്പിച്ചിരുന്നു. അവരെ ചൊടിപ്പിക്കുന്ന ആളുകൾ അവർക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ട്രംപും മോഡിയും തമ്മിലുള്ള പ്രശ്നം എന്താണ്? അയാൾ വിചാരിക്കുന്ന സ്ഥലത്ത് മോഡിയെ കിട്ടുന്നില്ല എന്നല്ല, കിട്ടിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇമ്പോർട്ടൻസ് കൂടി വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി കേൾക്കാൻ കൂടുതൽ ആളുണ്ട്. അവരാണ് ലോകത്തിൻ്റെ ഒപ്പീനിയൻ മേക്കേഴ്സ്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇപ്പോൾ ചൈനയോ അല്ലെങ്കിൽ റഷ്യയോ ഒന്നും കാരണം ക്ലോസ്ഡ് സൊസൈറ്റിയാണ്. യൂറോപ്യൻ സൊസൈറ്റി ക്ലോസ്ഡ് സൊസൈറ്റി അല്ല. ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം അവിടെ കിട്ടുന്നുണ്ട്. അവിടെ ബ്രിട്ടീഷ് പാർലമെന്റ് അടുത്തിടെ കൊണ്ടുവന്ന പ്രമേയത്തിൽ ഹിന്ദുക്കൾ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഹിന്ദുക്കൾ ലോകത്തോടെ തീവ്രവാദം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആകപ്പാട് ശ്രീലങ്കയിലെ ഒരു വിഷയമാണ്. അത് ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളും ഉണ്ട്. ടൈഗർ മൂവ്മെന്റിൽ പുലികളുടെ. പക്ഷേ ബ്രിട്ടീഷ് പാർലമെന്റ് ഹിന്ദുക്കൾ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേസമയം തന്നെ പാകിസ്ഥാൻ മുസ്ലിംസ് ബേസ്ഡ് ആയിട്ടുള്ള മുസ്ലിംസ് അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇവാഞ്ചലിസ്റ്റുകൾ നടത്തുന്ന ഇതേപറ്റി ഒരു റെഫറൻസും ഇല്ല. അപ്പം ഇങ്ങനെ ഒരു നമുക്ക് വളരെ ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഇന്റർനാഷണൽ അറ്റ്മോസ്ഫിയർ ഇപ്പം ഉണ്ട്. മോഡി ഫസ്റ്റ് ആൻഡ് 2 പോലല്ല 3. ഇതിൽ അതിശക്തമായ ആന്റി ഇന്ത്യൻ സാധനം ഇന്റർനാഷണൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിന് കാര്യം ഇന്ത്യ സെൽഫ് അസേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്വാശ്രയത്വം. അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിക്ക് വലിയ ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വോയിസ് ട്രൂ ഇന്ത്യൻ വോയിസ് ആയിട്ട് അവിടെ ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. അത് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ ഇത് പണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പോലെ ചെറിയ കളിയല്ല, അപകടം. നമ്മൾ ബീഹാറിലേക്ക് വരുമ്പോൾ ബീഹാറിന്റെ ഫലത്തെ അതെങ്ങനെ സ്വാധീനിക്കും അതിപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ അവിടെ വരുന്ന ഒരു അപ്വേർഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഉണ്ട്, അവരിതിനെങ്ങനെ എടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാനിത് ഒറ്റയ്ക്ക് ഇതിനെ വായിക്കുന്നില്ല. ഇത് ജാതി സെൻസസും അഗ്നിവീറിനെതിരെ നടന്നിട്ടുള്ള മൂവ്മെൻറ്റായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇലക്ഷൻ എന്ന് വെച്ചാൽ സംസ്ഥാനത്തെ നടക്കുന്ന ഇലക്ഷനിൽ മോഡിക്കുള്ള വോട്ടല്ല. ബീഹാറിൽ ദേശീയ തലത്തിൽ നടക്കുന്ന ഇലക്ഷൻ മോഡിക്കാണ് വോട്ട് കിട്ടുന്നത്. സംസ്ഥാനത്തിലെ ഇലക്ഷൻ റിസൾട്ട് മാറാം. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. എങ്ങനെയുണ്ട്, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ മൗനം ഭജിക്കുന്നത് എന്നും നമ്മൾ കാത്തിരുന്ന് മാത്രമേ നമുക്കതിന് ഒരു പറയാൻ പറ്റുള്ളൂ. ഞാൻ പ്രധാനമായിട്ട് ഈ മിഡിൽ ക്ലാസ് ആണ്. ഇപ്പം അവിടെ ഈ പ്രശാന്ത് കിഷോർ അവിടെ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി വളരെ കൃത്യമായ വർക്ക് നടത്തുന്നുണ്ട്. പ്രശാന്ത് കിഷോർ അവിടെ അഡ്രസ്സ് ചെയ്യുന്നത് റൂറൽ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്സിനെയാണ്. അതൊരു പുതിയ സെഗ്മെൻ്റ് ആയിട്ട് അവിടെ വളർന്നു വരുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ അതിനെക്കാട്ടും അത് പേടിക്കുന്നത് ബീഹാറിലൊരു ഇലക്ഷൻ അതൊക്കെ വരും പോവും. ഇത് ഇന്ത്യക്കകത്തും പുറത്തും ഉണ്ടാക്കാവുന്ന ഇന്ത്യ വിടുന്ന മൈൻഡ് സെറ്റാണ് എന്നെ പേടിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.